ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ്റെ റെസിപ്പിയാണ്. മല്ലിയും മുളകും വറുത്തരച്ചിട്ട് നാടൻ സ്റ്റൈല് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് എങ്ങനെയാണ് ഇത് റെഡിയാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കഴുകി വെച്ച ചിക്കനിലേക്ക് നമ്മൾ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. കുറച്ച് തൈരും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ ഓയിൽ, 1/4 ടീസ്പൂൺ വിനാഗിരിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് കൈകൊണ്ട് കുഴച്ച് മിക്സാക്കി നമുക്കൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 10 മിനിറ്റ് ഇല്ലെങ്കിൽ ഒരു 5 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ചിക്കനൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടും തൈരൊക്കെ ചേർത്ത് കാരണം. വേറൊരു പാനിലേക്ക് 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു പിടി മല്ലി ഇട്ട് കൊടുക്കാം, പച്ചമല്ലി, 3-4 വറ്റൽമുളക്, 1/4 ടീസ്പൂൺ വലിയ ജീരകം. ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഇത് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി മൂത്ത് വരുമ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. ചൂടായ ഓയിലിലേക്ക് നമ്മൾ നേരത്തെ മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കനൊക്കെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ എണ്ണയെ കുടിക്കും ചെയ്യും, ഒട്ടും തന്നെ വെന്ത് കിട്ടില്ല. ഇത്രയും മതി. ഇനി നമുക്ക് കോരി മാറ്റാം. ഇതിൽ നിന്ന് കുറച്ച് ഓയിൽ മാറ്റിയതിന് ശേഷം വെളിച്ചെണ്ണയാണിത്. ബാക്കിയുള്ള വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ 1.5 സവാള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് വാടി വരാനായിട്ട് അല്പം ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടി ചതച്ചത് 1 ടേബിൾ സ്പൂൺ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇതെല്ലാം കൂടി ഉടഞ്ഞ് വരണം. ഈ സമയത്ത് നമുക്കിനി ഇതിലേക്ക് നേരത്തെ നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന മല്ലിയും മുളകും വറുത്തരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പേസ്റ്റ് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇതാണ് ഈ ചിക്കൻ്റെ ആ ടേസ്റ്റ് വരുന്നത്. നല്ലൊരു ടേസ്റ്റാണ് ഇങ്ങനെ വറുത്തരച്ചിട്ട് നമ്മൾ ചേർക്കുമ്പോൾ. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം, അപ്പം തന്നെ അത് മനസ്സിലാവുള്ളൂ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ സവാളയൊക്കെ നല്ല ഡ്രൈ ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ ഒരു കുഴഞ്ഞ് നല്ലൊരു പെരട്ട് രൂപത്തിലാവാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഒട്ടും തന്നെ വെള്ളം ഇല്ലാണ്ടാണ് നമ്മളിത് ആക്കിയെടുക്കുന്നത്. ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനിലെ വെള്ളമൊക്കെ വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് മല്ലിയില വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ചേർക്കുന്നില്ല. കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് സ്റ്റൗവിൽ നിന്ന് മാറ്റിയതിന് ശേഷം ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, അപ്പോൾ ഒരു നുള്ളു ഉപ്പും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കനാണ്. നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്നതിനേക്കാളും വ്യത്യസ്തമായിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇത് സെർവ് ചെയ്യാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോയുമായിട്ട് കാണുന്നവരേക്കും താങ്ക് യു. ബൈ ഫ്രം ഷാനുസ് കിച്ചൻ ആൻഡ് വ്ളോഗ്.